നമസ്കാരം. വിറ്റ്നസ് ന്യൂസ് നടത്തിയ എക്സിറ്റ് പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത് ഇലക്ഷന് ശേഷം ഞങ്ങൾ നടത്തിയ ഒരു സർവേയാണ്. ഇലക്ഷൻ ദിനത്തിലെ സർവേ. അന്ന് ആളുകൾ ഞങ്ങളോട് പറഞ്ഞ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർവേ ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ നിന്നും ഏകദേശം 3000-ഓളം ആളുകളെ നേരിൽ കണ്ടു നടത്തിയ സർവേയാണിത്. ഇനി നമുക്ക് അവസാന 5 മണ്ഡലങ്ങൾ പരിശോധിക്കാം. ഒന്നാമതായി കോഴിക്കോട്. MK രാഘവന്റെ പ്രതിച്ഛായയുടെ ബലത്തിൽ തുടർച്ചയായ 4ാം വിജയമാണ് UDF ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകളുടെ അടിയൊഴുക്കാണ് എളമരം കരീമിലൂടെ LDF ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ 3 തവണയും നടന്നതായി വിശ്വസിക്കുന്ന ഇടതു വോട്ടുകളുടെ ചോർച്ച തടയാനുള്ള ശ്രമത്തിലാണവർ. MT രമേശിനെ രംഗത്തിറക്കിയ BJP മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. മണ്ഡലത്തിലെ ജനമനസ് പരിശോധിക്കുമ്പോൾ ഇപ്രാവശ്യം നേരിയ ഭൂരിപക്ഷം നേടി MK രാഘവൻ സീറ്റ് നിലനിർത്തുമെന്നാണ് സർവേ ഫലം പറയുന്നത്. വോട്ട് ഷെയർ പരിശോധിച്ചാൽ UDF 43%, LDF 41%, BJP 15% എന്നിങ്ങനെയാണ്. വടക്കൻ കേരളത്തിലെ അടുത്ത മണ്ഡലമായ വയനാടാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതെ, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം. ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ വിജയ മാർജിൻ 4 ലക്ഷം കടക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. ഇടതുപക്ഷത്തിന്റെ സംഘടനാപരമായ കീട്ടുറപ്പും MP എന്ന നിലയിൽ രാഹുലിന്റെ പ്രകടനം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ലെന്ന പ്രചാരണവും വോട്ട് നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി ആനി രാജ. രാഹുലിന്റെ വിജയ മാർജിൻ 3 ലക്ഷത്തിന് താഴെയാക്കിയാൽ ഇടതുമുന്നണിക്ക് അത് നേട്ടമായി കണക്കാക്കാം. വിവാദ പരാമർശങ്ങൾ നടത്തി പരമാവധി പാർട്ടി വോട്ടുകൾ ശേഖരിക്കാനാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ശ്രമിച്ചത്. സർവേ ഫലം പരിശോധിക്കുമ്പോൾ മണ്ഡലം വീണ്ടും രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ. ഇനി വോട്ട് ശതമാനം കൂടി ഒന്ന് പരിശോധിച്ചു നോക്കാം. രാഹുൽ ഗാന്ധി 55%, ആനി രാജ 30%, K സുരേന്ദ്രൻ 11%മാണ് നേടിയത്. അതെ, ഈ തവണയും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 1.5 ലക്ഷം കടക്കുമെങ്കിലും കഴിഞ്ഞ തവണത്തെ ലീഡ് നിലനിർത്താനായില്ല എന്നത് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ആനി രാജ എന്ന സ്ഥാനാർത്ഥിയും അതുപോലെ K സുരേന്ദ്രൻ മത്സരിച്ചതും ഭൂരിപക്ഷം കുറയാൻ കാരണമായിട്ടുണ്ട്. ഇനി അടുത്ത മണ്ഡലം വടകര. പ്രചാരണത്തിന്റെ അവസാന റൗണ്ടിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കഠിന പ്രവർത്തനമാണ് നടത്തിയത്. അശ്ലീല വീഡിയോ വിവാദം ഇവിടെ LDF-നും മേൽക്കോയ്മ ഉണ്ടാക്കിയെന്നും സംശയിക്കപ്പെടാവുന്നതാണ്. മുൻ സംസ്ഥാന ആരോഗ്യമന്ത്രിയെ കാണാനും കേൾക്കാനും ഒഴുകിയെത്തുന്ന സ്ത്രീ വോട്ടർമാരിലാണ് LDF-ന്റെ പ്രതീക്ഷ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ CPM നേതാക്കൾക്ക് ഹൈക്കോടതി ചുമത്തിയ കഠിന ശിക്ഷയും പാനൂരിൽ CPM പ്രവർത്തകൻ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട സംഭവമാണ് UDF ഉയർത്തിക്കാട്ടിയത്. കടുത്ത മത്സരം നടന്ന ഈ മണ്ഡലത്തിലെ ജനമനസ് ആർക്കൊപ്പം? ശൈലജ ടീച്ചർ 44% വോട്ട് നേടിയപ്പോൾ ഷാഫി പറമ്പിൽ നേടിയത് 39%. പിന്നാലെ തന്നെ പ്രഫുൽ കൃഷ്ണൻ നേടിയത് 15%. അതെ, മണ്ഡലം ഇടതിനൊപ്പം. UDF-ന്റെ ഒരു പ്രചാരണത്തിനും ഇടതിന്റെ കരുത്തായ ടീച്ചറമ്മയെ തളർത്താനായില്ല. ഷാഫി പറമ്പിലിന് MLA ആയി തന്നെ തുടരാമെന്നാണ് വടകര പറയുന്നത്. ഇനി അടുത്തതായി കണ്ണൂർ. ആര് ജയിച്ചാലും വിജയത്തിന്റെ മാർജിൻ ഇവിടെ വളരെ കുറവായിരിക്കും. ന്യൂനപക്ഷ വോട്ടുകൾ കുറഞ്ഞാലും K സുധാകരന് ലഭിക്കേണ്ടത് ലഭിക്കുമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. എല്ലാ പാർട്ടി വോട്ടുകളും ഞങ്ങളുടെ സ്ഥാനാർത്ഥി MB ജയരാജന് ലഭിച്ചുവെന്നാണ് LDF പറയുന്നത്. പാർട്ടി ഇതര വോട്ടർമാരിൽ നിന്ന് അദ്ദേഹത്തിന് എത്ര വോട്ട് ലഭിക്കുമെന്നത് നിർണായകമാണ്. കണ്ണൂരിലെ ജനപ്രീതിയും വിശ്വാസ്യതയും സുധാകരന് ആത്യന്തികമായി തുണയാകുമെന്നാണ് UDF കരുതുന്നത്. സുധാകരന്റെ പഴയ അനുയായിയായിരുന്ന C രഘുനാഥാണ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതിശക്തമായ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന് നോക്കാം. K സുധാകരൻ 41% വോട്ട് നേടിയപ്പോൾ MB ജയരാജൻ 44%, C രഘുനാഥ് 13% നേടി. അതെ, KPCC പ്രസിഡന്റ് കോൺഗ്രസ് നേതാവ് K സുധാകരൻ കണ്ണൂരിൽ പരാജയപ്പെടുന്ന കാഴ്ച, മണ്ഡലം CPM ചെങ്കൊടി പാറിക്കുന്ന കാഴ്ച. ഇനി അടുത്തതായി കാസർഗോഡ്. UDF-ലെ രാജ്മോഹൻ ഉണ്ണിത്താൻ സീറ്റ് നിലനിർത്താൻ സാധ്യതയുണ്ടെങ്കിലും LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന് അവസാന ലാപ്പിൽ പിന്തുണ കൂടി. ഉണ്ണിത്താന്റെ പ്രതിച്ഛായയിലും വോട്ടർമാർക്കിടയിൽ ജനപ്രീതിയും UDF-ന് പ്രതീക്ഷയുമുണ്ട്. LDF-ന്റെ സംഘടനാ മികവിന് വോട്ടർമാർക്കിടയിൽ നിലവിലുള്ള MB-യുടെ സ്വീകാര്യതയെ മറികടക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ന്യൂനപക്ഷ വോട്ടുകൾ ആര് നേടുമെന്നതും നിർണായകമാണ്. NDA-യുടെ ML അശ്വിനിക്ക് പ്രചാരണ വേളകളിൽ ഒരു പ്രധാന സാന്നിധ്യമുണ്ടായിരുന്നു. അപ്പോൾ എന്താകും കേരളത്തിലെ അവസാന മണ്ഡലത്തിലെ ഫലം? സർവേ സൂചിപ്പിക്കുന്നത് കാസർഗോഡ് മണ്ഡലവും CPM തിരിച്ചുപിടിക്കുമെന്നതാണ്. കണക്കിലേക്ക് വന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ 38%, MV ബാലകൃഷ്ണൻ 39.5%, അശ്വിനി 18%. നേരിയ ഭൂരിപക്ഷം നേടി LDF-ലെ MV ബാലകൃഷ്ണനാണ് ഇവിടെ വിജയിക്കുന്നത്. അതായത് അങ്ങ് വടക്ക് കോഴിക്കോട് വയനാട് മണ്ഡലങ്ങളിൽ UDF വിജയിക്കുമ്പോൾ കണ്ണൂർ വടകര കാസർഗോഡ് മണ്ഡലങ്ങളിൽ LDF വിജയിക്കുന്നു. അങ്ങനെ 20 മണ്ഡലങ്ങളിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ LDF-ന് മേൽക്കൈ ലഭിക്കുമെന്നാണ് സൂചനകൾ.
LDF 11, UDF 9. LDFിന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 10 സീറ്റുകൾ അധികം ലഭിക്കുമ്പോൾ UDFിന് 10 സീറ്റുകൾ നഷ്ടമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. NDA മുന്നണി ഇത്തവണയും അക്കൗണ്ട് തുറക്കാനാകാതെ 3-ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു.